ഹായ് ഓൾ. നമ്മളുടെ ആദ്യത്തെ 2 മൊഡ്യൂളുകൾ പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ആദ്യത്തെ 2 മൊഡ്യൂളുകളുടെ റിവിഷൻ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. റിവിഷൻ എന്നതുകൊണ്ട് ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്ത ഈ ഒരു PDF എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് 2021 റിവിഷനിൽ നമുക്കൊരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതേ സമയത്ത് 2015 റിവിഷനിലും അതേപോലെ 10 റിവിഷനിലും ഒരുപാട് കണ്ടൻറ്റുകൾ 21 സിലബസിലും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കുറേ വർഷം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ വർഷം 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ദി പ്രോസസ്സ്. എന്താണ് പ്രോസസ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രോസസ്സ് എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ എക്സാമുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇവിടുന്ന് ചിലപ്പം ഈ വർഷം ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിഫൈൻ ദി പ്രോസസ്സ് എന്നതിന് പകരം ഡിഫൈൻ ദി പ്രോസസ് കൺട്രോൾ ആയിരിക്കാം. പ്രോസസ് കൺട്രോൾ, കാരണം കഴിഞ്ഞ വർഷം പ്രോസസ്സ് ചോദിച്ചതുകൊണ്ട് ഈ വർഷം സാധ്യത പ്രോസസ് കൺട്രോൾ ആണ്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത് കൺട്രോൾഡ് വാരിയബിളിനെ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ മാനിപ്പുലേറ്റഡ് വാരിയബിൾ അഥവാ കൺട്രോളിംഗ് വാരിയബിൾ, അതായത് നമ്മളുടെ കൺട്രോൾ വാൽവിൽ എന്ത് ചേഞ്ച് വരുത്തണം, എത്രത്തോളം ചേഞ്ച് കൊടുക്കുമ്പോഴാണ് ഈ കൺട്രോൾഡ് വാരിയബിളിനെ സെറ്റ് പോയിന്റിൽ എത്തിക്കാൻ സാധിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോസസ് കൺട്രോൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. R is the set point and B is the controlled variable, then the expression of error. എല്ലാവർക്കും അറിയാം അല്ലേ? എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾഡ് വാരിയബിളിന് സെറ്റ് പോയിന്റിൽ നിന്നുണ്ടാവുന്ന ഡീവിയേഷനെയാണ് നമ്മൾ സാധാരണഗതിയിൽ എറർ എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ ഇക്വേഷനാണ് R മൈനസ് B എന്ന് പറയുന്നത്. R is the set point, B is the controlled variable. പല ബുക്കിൽ പല ഫോമുല ഉണ്ടാവുക. അപ്പം അഥവാ ഇവിടെ ചോദിക്കാൻ ചിലപ്പോൾ സാധ്യത ഡിഫൈൻ എറർ എന്നായിരിക്കാം. ഡിഫൈൻ എറർ. അപ്പം എററിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡീവിയേഷൻ ഓഫ് കൺട്രോൾഡ് വാരിയബിൾ ഫ്രം ദി സെറ്റ് പോയിന്റ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പറയുന്ന ക്വസ്റ്റ്യൻ 1 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ അവിടെ എഴുതേണ്ടത് ദ ഡീവിയേഷൻ ഓഫ് കൺട്രോൾഡ് വാരിയബിൾ ഫ്രം ദ സെറ്റ് പോയിന്റ് മതി, അവിടെ അവസാനിപ്പിക്കാം. ഇനി അഥവാ ഒരു 3 മാർക്കിനാണ് ഇത് ചോദിക്കാൻ സാധ്യതയെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇക്വേഷനും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. 3 മാർക്കിന് ചോദിക്കത്തില്ല, ഉറപ്പാണ്. അഥവാ ചോദിച്ചാൽ ഈ 1 മാർക്കിനെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് നമുക്ക് ഈ വർഷം ആ ഒരു ക്വസ്റ്റ്യന് പകരം ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കണം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി 2 എലമെൻറ്റ്സ് ഓഫ് എ പ്രോസസ് കൺട്രോൾ ലൂപ്പ്. വളരെ നന്നായിട്ട് നമുക്കറിയാം ഒരു ഫീഡ്ബാക്ക് ലൂപ്പ്. ഇവിടെ ചിലപ്പോൾ പ്രോസസ് കൺട്രോൾ ലൂപ്പിന് പകരം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഫീഡ്ബാക്ക് കൺട്രോൾ ലൂപ്പ്, ഫീഡ്ബാക്ക് കൺട്രോൾ ലൂപ്പ്, ഫീഡ്ബാക്ക് കൺട്രോൾ ലൂപ്പ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും സംഭവം ഒന്ന് തന്നെയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കൺട്രോളർ, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്, മെയിൻ പ്രോസസ്, സെൻസർ. എല്ലാവരും എറർ ഡിറ്റക്ടർ എഴുതി വെക്കാറുണ്ട്. എറർ ഡിറ്റക്ടർ എഴുതരുത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ എറർ ഡിറ്റക്ടർ ഒരിക്കലും കൺട്രോളർ ലൂപ്പിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അതിലെ എലമെൻറ്റുകളല്ല. അപ്പോൾ എലമെൻറ്റുകൾ ചോദിച്ചാൽ കൺട്രോളർ, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്, സെൻസർ. പ്രധാനമായിട്ട് ഇത് മൂന്നും. പ്രോസസ്സ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല. ഇത് മൂന്നും എന്തായാലും അതിൽ ഉണ്ടാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിവ് ദി ഇക്വേഷൻ ഓഫ് 2 പൊസിഷൻ കൺട്രോൾ. 2 പൊസിഷൻ കൺട്രോളിൻ്റെ മറ്റൊരു പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺ ഓഫ് കൺട്രോൾ, അല്ലേ? ഓൺ ഓഫ് കൺട്രോൾ. ഈ ചോദ്യം ഈ രീതിയിലാണ് വരുന്നതെങ്കിലോ 2 പൊസിഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഓൺ ഓഫ് കൺട്രോൾ. അതിൻ്റെ ഇക്വേഷൻ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് വരാം. ചിലപ്പം 2 പൊസിഷന് പകരം മൾട്ടി പൊസിഷൻ ആയിരിക്കും വരുന്നത്. മൾട്ടി പൊസിഷൻ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഇപ്പം 2 പൊസിഷൻ കഴിഞ്ഞ വർഷം ചോദിച്ചു. ചിലപ്പം ഇതിന് പാരലായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും?
മൾട്ടി പൊസിഷൻ മോഡ് അല്ലേ. ചിലപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. 2 പൊസിഷൻ മോഡിൻ്റെ മേജർ ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് ചോദിക്കാം. 2 പൊസിഷൻ മോഡിൻ്റെ മേജർ ഡ്രോബാക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പൊസിഷൻ മോഡ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് ഒന്നുകിൽ 0% അല്ലെങ്കിൽ 100% ആണല്ലോ. പക്ഷേ മൾട്ടി പൊസിഷൻ മോഡ് എന്ന് പറയുമ്പം 0ക്കും 100നും ഇടയിലുള്ള ഒരുപാട് എന്താ പറയുക കൺട്രോളറിൻ്റെ പെർസെൻറ്റേജുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0%, 25%, 50%, 75%, 90% ഇത്തരത്തിലുള്ള പല കൺട്രോളർ ഔട്ട്പുട്ടുകളെ കൂടി കവർ ചെയ്യാൻ ആർക്ക് പറ്റും? ഈ പറയുന്ന മൾട്ടി പൊസിഷൻ കൺട്രോളർ മോഡിന് സാധിക്കും. മൾട്ടി പൊസിഷൻ കൺട്രോളർ മോഡിന് സാധിക്കും. അതാണ് 2 പൊസിഷൻ മോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ മൾട്ടി പൊസിഷൻ മോഡിൻ്റെ അഡ്വാൻറ്റേജും മൾട്ടി പൊസിഷൻ മോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ 2 പൊസിഷൻ മോഡിൻ്റെ ഡ്രോബാക്ക്. അപ്പം ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും, വാട്ട് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് ദി 2 പൊസിഷൻ കൺട്രോൾ മോഡ്? എന്താണ് 2 പൊസിഷൻ കൺട്രോൾ മോഡിൻ്റെ മേജർ ഡ്രോബാക്ക്? ആകെ 2 വാല്യൂസിനെയാണ് കവർ ചെയ്യുന്നത് അല്ലേ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 100. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇപ്പം 4ാമത്തെ ക്വസ്റ്റ്യനും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5, റൈറ്റ് ദി ഇക്വേഷൻ ഫോർ PID കൺട്രോളർ. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രപ്പോർഷണലിൻ്റെയും ഇൻ്റഗ്രലിൻ്റെയും ഡെറിവേറ്റീവിൻ്റെയും ഒരു കോമ്പിനേഷൻ. ഈ കോമ്പിനേഷനാണ് ഏതെന്ന് പറയുന്നത് PID കൺട്രോളർ. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതുക. റൈറ്റ് ദി ഇക്വേഷൻ ഫോർ PID കൺട്രോളർ 1 മാർക്കിനെ ചോദിക്കാറുള്ളൂ. ചിലപ്പം ഇതൊരു 3 മാർക്കിന് ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയെന്ന് വിചാരിക്കുക, എക്സ്പ്ലെയിൻ PID കൺട്രോളർ ഇൻ ഡീറ്റെയിൽ എന്നൊരു ചോദ്യമാണ് വന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക, ഇതിലുള്ള ഓരോ ടേമുകളും എന്താണെന്ന് കൂടെ മെൻഷൻ ചെയ്യണം. അതായത് KP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രപ്പോർഷണൽ ഗെയിൻ ആണ്, KD ഡെറിവേറ്റീവ് ഗെയിൻ, KI ഇൻ്റഗ്രൽ ഗെയിൻ, EP എന്ന് പറഞ്ഞാൽ എററാണ്, P കൺട്രോളർ ഔട്ട്പുട്ട്, P0 എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഔട്ട്പുട്ട് വെൻ എറർ ഈക്വൽ ടു 0. ഈ ടേമുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴെയായിട്ട് എഴുതിയൂടെ വയ്ക്കുക. വെച്ച് കഴിഞ്ഞാൽ അതൊരു അഡീഷണൽ ബെനിഫിറ്റാണ്, അതിന് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ഇക്വേഷൻ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പ്രോസസ് കൺട്രോൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 എലമെൻറ്റുകൾ പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇത്തവണയും വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം 3 എലമെൻറ്റുകൾ. ഒന്ന് സെൻസർ, രണ്ടാമത്തത് അതായത് സെൻസർ മീൻസ് ഫീഡ്ബാക്ക് സെൻസർ ഓർ മെഷറിംഗ് സെൻസർ എന്ന് പറയാം. പിന്നെ ഉള്ളത് ഒരു ഫൈനൽ കൺട്രോൾ എലമെൻ്റ് ഉണ്ട്, പിന്നെ കൺട്രോളർ ഉണ്ട്. അതുകൊണ്ട് അതുകൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഭാഗത്തൊന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇല്ലസ്ട്രിയേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ സ്റ്റെബിലൈസ്ഡ് ആയ ഒരു സിസ്റ്റം. സ്റ്റെബിലൈസ്ഡ് ആയ ഒരു സിസ്റ്റം. അപ്പം ഒരു സിസ്റ്റം സ്റ്റെബിലൈസ്ഡ് ആണ്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മുടെ കൺട്രോൾഡ് വാരിയബിൾ വിത്തിൻ ദി സെറ്റ് പോയിന്റ് തന്നെ വാല്യൂ ചേഞ്ച് ചെയ്യും, പക്ഷേ സെറ്റ് പോയിന്റിൽ ഉള്ളിൽ തന്നെ നിൽക്കുക എന്ന് വിചാരിക്കാം. അത്തരം സിസ്റ്റത്തെയാണ് നമ്മൾ സെൽഫ് റെഗുലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു, ഈ വർഷവും ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു ഫിഗർ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഈ ഫിഗർ വേണം. എക്സ്പ്ലനേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കൊടുത്തത്, ഒന്ന് വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. സെൽഫ് റെഗുലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഗിവ് ദി ഔട്ട്പുട്ട് ഇക്വേഷൻ ഓഫ് 3 പൊസിഷൻ കൺട്രോൾ മോഡ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് 3 പൊസിഷൻ എന്ന് പറയുമ്പം 0ക്കും 100നും ഇടയിലുള്ള ഒരുപാട് വാല്യൂസിനെ കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഏത് 3 പൊസിഷൻ അല്ല, ഇത് 3 പൊസിഷനാണ് ചോദിച്ചത്. മൾട്ടി പൊസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 3 പൊസിഷൻ അല്ലെങ്കിൽ 4 പൊസിഷൻ ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 3 പൊസിഷൻസ് ആണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഈ 3 പൊസിഷൻ എന്ന് പറയുമ്പം അവിടെ എന്തുകൂടി ഇൻക്ലൂഡഡ് ആണ്, 0യും 100ഉം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് ഏത് ഈ ഒരു 3 പൊസിഷൻ.
അല്ലെങ്കിൽ ഇത്രാമത്തെ പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ഒരു പ്രധാന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, 2 പൊസിഷൻ മോഡിൻ്റെ മേജർ ഡ്രോബാക്ക് എന്താണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം 3 പൊസിഷൻ മോഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഗിവ് ദി അഡ്വാൻറ്റേജ് ഓഫ് 3 പൊസിഷൻ മോഡ് ഓർ മൾട്ടി പൊസിഷൻ മോഡ് ഓവർ 2 പൊസിഷൻ മോഡ്. 2 പൊസിഷൻ മോഡിനെ കമ്പയർ ചെയ്യുമ്പം മൾട്ടി പൊസിഷൻ മോഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റണം. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, എന്താണ്, മൾട്ടി പൊസിഷൻ മോഡിൽ മൾട്ടിപ്പിൾ കൺട്രോളർ ഔട്ട്പുട്ടുകൾ, എററിലുണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് കൺട്രോളർ ഔട്ട്പുട്ടുകളെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. 2 പൊസിഷൻ മോഡിലാണെങ്കിലോ ആകെ 0 പിന്നെ 100. അത് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഓഫ്സെറ്റ് എറർ. നമുക്കെല്ലാവർക്കും അറിയാം ഓഫ്സെറ്റ് എറർ എന്ന് പറയുന്നത് സാധാരണ കാണുന്നത് എവിടെയാണ്, പ്രപ്പോർഷണൽ മോഡിലാണ്, അല്ലെങ്കിൽ പ്രപ്പോർഷണൽ കൺട്രോളർ മോഡിലാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. ലോഡിലുണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്നതാണ് ഏത്, ഓഫ്സെറ്റ് എറർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഇല്ലസ്ട്രിയേറ്റ് ഓഫ്സെറ്റ് എറർ വിത്ത് ഫിഗർ. ഇത്തവണ ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ചോദിച്ചാൽ ഈ ഒരു ഫിഗറൂടെ പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡ്രോ ദി PID കൺട്രോളർ യൂസിങ് ഒപ്പാമ്പ്. PID കൺട്രോളർ യൂസിങ് ഒപ്പാമ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. PID കൺട്രോളർ യൂസിങ് ഒപ്പാമ്പ്. അപ്പോൾ PID കൺട്രോളർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ പ്രപ്പോർഷണൽ ഉണ്ട്, ഇൻറ്റഗ്രൽ ഉണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്. പ്രപ്പോർഷണൽ, ഇൻറ്റഗ്രൽ, അതേപോലെ തന്നെ ഡെറിവേറ്റീവ്, ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് PID കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം ഒരു ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ PID കൺട്രോളർ ഒപ്പാമ്പ് വെച്ച് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ഒറ്റ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഡ്രോ ദ PID കൺട്രോളർ യൂസിങ് മിനിമം നമ്പർ ഓഫ് ഒപ്പാമ്പ്സ്. മിനിമം നമ്പർ ഓഫ് ഒപ്പാമ്പുകൾ വെച്ച് ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞൊരു വർഷം ചോദിച്ച ചോദ്യവും വ്യത്യാസമല്ല, ഇത് തന്നെയാണ് ചോദിച്ചത്. ഡ്രോ ദി PID കൺട്രോളർ യൂസിങ് ഒപ്പാമ്പാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. പക്ഷെ ചിലപ്പം മിനിമം നമ്പർ ഓഫ് ഒപ്പാമ്പിനാണ് ഈ വർഷം സാധ്യത. മിനിമം നമ്പർ ഓഫ് ഒപ്പാമ്പുകൾ വെച്ചിട്ട് ചിലപ്പോൾ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിരിക്കും ഈ വർഷം ചോദിക്കാൻ സാധ്യത. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അത് ഒന്ന് പഠിച്ചു വെക്കണം. ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രിയേറ്റ് ദ റോൾ ഓഫ് അലാംസ്. അലാംസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. ഒരു പ്രോസസ് ഇൻഡസ്ട്രിയിൽ അലാംസിൻ്റെ റോൾ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് പ്ലാന്റിൽ ഒരു ഓപ്പറേറ്റർ നിൽക്കുന്നുണ്ടാവും, നമുക്കറിയാം ചെയ്യാൻ വേണ്ട ആൾ. അപ്പം ആ ഓപ്പറേറ്ററുടെ ചില പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അയാളുടെ ചില കാര്യങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അലാംസ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ആ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻ, ഇപ്പം നമ്മൾ ഭോപ്പാൽ ട്രാജഡി എല്ലാവരും കേട്ടൊരു കാര്യമായിരിക്കും. ഈ ഭോപ്പാൽ ട്രാജഡിയിൽ എന്ന് പറഞ്ഞത് ഒരുപാട് കൺട്രോൾ വാൽവുകൾ അവിടെ കേടായിരുന്നു, അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ല. അപ്പം അത് ഫങ്ഷൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളോ എക്യുപ്മെൻറ്റുകളോ ഫെയിലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അത് ഓപ്പറേറ്ററെ അറിയിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഓപ്പറേറ്ററുടെ എന്താ പറയുക എബിലിറ്റീസിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതാണ് ഈ അലാംസിൻ്റെ മെയിൻ ഫങ്ഷൻ. അതായത് ഒരു കറക്റ്റായ ആക്ഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നു, അലാംസ് ഉപയോഗിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷം അതും ഒരു ചോദിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം 4 ചോദ്യങ്ങളാണ്. അതായത് എസ്എ ടൈപ്പ്, അതായത് ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് സ്ഥിരമായിട്ട് എസ്എ ടൈപ്പ് ചോദിക്കാറുള്ളതാണ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, പ്രഷർ കൺട്രോൾ സിസ്റ്റം, ലെവൽ കൺട്രോൾ സിസ്റ്റം, ഫ്ലോ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇത് 4
വളരെ പ്രാധാന്യമുള്ള 4 ചോദ്യങ്ങളാണ്. അപ്പം ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് ടെമ്പറേച്ചർ ഓർ പ്രഷറാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലെവൽ അല്ലെങ്കിൽ ഫ്ലോയ്ക്ക് ഒരു സാധ്യതയുണ്ട്. ഇത് രണ്ടും വളരെ സിമ്പിളാണ്. ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിരുന്നു. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ലെവലും ഫ്ലോയും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന ഇതിൻ്റെ ഫിഗേഴ്സ് ഏത് ഭാഗമാണെങ്കിലും, ഇനി കൺട്രോൾ വാൽവ് സാറെടുത്ത കൺട്രോൾ വാൽവ് ആണെങ്കിലും നമ്മളെടുത്ത 3 മൊഡ്യൂളിലാണെങ്കിലും ഏത് ഭാഗമാണെങ്കിലും അതിൽ ഫിഗർ ഉണ്ടോ അത് ഫിഗർ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം നിങ്ങൾക്ക് ആകെ എത്ര മാർക്കിനാണോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് അതിൻ്റെ പകുതി മാർക്ക് നിങ്ങൾക്ക് സർക്യൂട്ടിൽ ഡയഗ്രത്തിന് കിട്ടും. അത് പൊതുവെ വാല്യുവേഷൻ ക്യാമ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഡയഗ്രംസ് മസ്റ്റായിട്ടും വരച്ച് പഠിക്കണം. അതുകൊണ്ട് അതിൻ്റെ മാർക്ക് നിങ്ങൾ കളയരുത്. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ച ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്തവണ ലെവൽ അല്ലെങ്കിൽ ഫ്ലോ എന്തായാലും ചോദിക്കും. അപ്പോൾ ഇത് 4 ഒന്ന് നന്നായിട്ട് പഠിക്കുക. എന്തായാലും ഈ 4 ക്വസ്റ്റ്യൻസ് ടെമ്പറേച്ചർ, പ്രഷർ, ലെവൽ, ഫ്ലോ കാണുമ്പം കുറേ ഉണ്ടെന്ന് തോന്നുന്നേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, പഠിക്കുക. പിന്നെ ഫിഗറുകളിൽ ഒരു കാര്യം പറയാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫിഗർ. ഇതിൻ്റെ മെയിൻ ഫിഗർ ഇതാണ്. പക്ഷെ അതുമാത്രം പോരാ, ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം കൂടി പഠിക്കണം. ബ്ലോക്ക് ഡയഗ്രം സിമ്പിളാണ്. കാരണം ഇവിടെ കൺട്രോളർ, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്, പ്രോസസ്സ്, ബാക്കി അത് എല്ലാത്തിനും സെയിമാണ്. ആകെ വ്യത്യാസം ഇവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ തെർമോ കപ്പിളാണെങ്കിൽ അടുത്ത ഒരു പ്രഷർ സെൻസർ ആയിരിക്കാം. ഫ്ലോ വരുമ്പോൾ ഫ്ലോ സെൻസറാണ്. ലെവലാണെങ്കിൽ ലെവൽ സെൻസർ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് എന്തായാലും വിട്ടുപോവാതെ ഫിഗേഴ്സ് 2 ഫിഗറും പഠിക്കണം. ബ്ലോക്ക് ഡയഗ്രാം, ഇതതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഫിഗറും ഒന്ന് പഠിച്ചു വെച്ച് പോകും. അപ്പോൾ ഇതിൽ 4ലും അതുണ്ട്. ഞാനത് കൂടുതൽ ഡീറ്റെയിൽഡായി പറയുന്നില്ല. ലെവലും ഫ്ലോയും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അതുകൂടെ പഠിക്കാം. ഇനി ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണിത്. ഈ ചോദ്യം എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ എയ്ഡഡ് കൺട്രോൾ ആൻഡ് ഓട്ടോമാറ്റിക് കൺട്രോൾ. പേര് പോലെ തന്നെ അല്ലേ. ഒന്ന് ഹ്യൂമൻ എയ്ഡഡ്, അതായത് ഒരു ഓപ്പറേറ്ററാണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേ സമയത്ത് ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ മോട്ടോർ. പണ്ട് കാലത്തെ മോട്ടോർ എങ്ങനെയായിരുന്നു? നമ്മൾ തന്നെ ഓണാക്കും, വെള്ളം നിറയുന്നുണ്ടോ നോക്കും, നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫാക്കും അല്ലേ. പക്ഷേ ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി നമ്മുടെ വീട്ടിലൊക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക ഈ ഫ്ലാറ്റുകളിലൊക്കെ ഇന്നിപ്പോൾ എങ്ങനെയാണ് മോട്ടോർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി. അതായത് സെൽഫായിട്ട് അത് തന്നെ റെക്കഗ്നൈസ് ചെയ്യും ആ ലെവല്, അതിനനുസരിച്ച് ടേൺ ഓണും ടേൺ ഓഫ് ആക്കുന്ന ഒരു കാര്യങ്ങൾ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹ്യൂമൻ എയ്ഡഡ് കൺട്രോൾ ആൻഡ് ഓട്ടോമാറ്റിക് കൺട്രോൾ. ഇതിലും 2 ഫിഗേഴ്സ് ഉണ്ട്. ഇതിൻ്റെയും ഒരു വീഡിയോ ലെക്ചർ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇതും പരീക്ഷയ്ക്ക് ഇത്തവണയും വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. ഓക്കെ. പിന്നെ ഒരു ചെറിയൊരു കാര്യം, നമ്മൾ നേരത്തെ ടെമ്പറേച്ചർ, പ്രഷർ, ലെവൽ, ഫ്ലോ പറഞ്ഞില്ലേ, അത് ലെവൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട്. അതുകൊണ്ട് ഇത്തവണ ഫ്ലോ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ച് പോവാം. ഫ്ലോ നിർബന്ധമായിട്ടും പഠിക്കുക. അതിൻ്റെ ഫിഗേഴ്സ്, ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക. എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളാണ്, ഒന്ന് കണ്ടു നോക്കുക. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇത് പഠിച്ചു പോകണം. അതിൽ ഫ്ലോ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. PI കൺട്രോളർ വിത്ത് ഇലക്ട്രോണിക് ഇംപ്ലിമെൻറ്റേഷൻ. ഇലക്ട്രോണിക് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പം ഉറപ്പിച്ചോളുക, അത് ഒപ്പാമ്പാണ്. ഇലക്ട്രോണിക് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്പാമ്പ്. കഴിഞ്ഞ വർഷം PID ഞാൻ പറഞ്ഞു, PID 2 ഫിഗേഴ്സും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ വർഷം ചോദിച്ചത് PI കൺട്രോൾ വിത്ത് ഇലക്ട്രോണിക് ഇംപ്ലിമെൻറ്റേഷനാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് PD ഓർ PID. PID നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതേപോലെ PI കൺട്രോളർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, പ്രൊപ്പോർഷണലുണ്ട്, ഇൻ്റഗ്രലുണ്ട്. അപ്പോൾ ഈ ഫിഗർ നിർബന്ധമായിട്ട് പഠിക്കണം. അതേപോലെ ഇക്വേഷൻ പഠിക്കാൻ നിവൃത്തിയില്ല, കാരണം നമുക്കിവിടെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അത് പഠിക്കുക. ഇനി അത് നിങ്ങൾ തീരെ പഠിച്ചെത്തുന്നില്ലെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യുക, ഈ ഫിഗർ വരയ്ക്കുക,
അതേപോലെ പി ഐയുടെ ഈ ഇക്വേഷൻ, ഈ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എങ്കിലും ഒന്ന് പഠിച്ചു വെച്ച് പോവാം. പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ, അതാണ് പി ഐ കൺട്രോളർ, നിങ്ങൾക്കറിയാം. അതൊന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനി ഇല്ലസ്ട്രേറ്റ് സീഗ്ലർ-നിക്കോൾസ് ട്യൂണിംഗ് മെത്തേഡ്. ഈ സീഗ്ലർ-നിക്കോൾ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു കൺട്രോളറിന് ഏറ്റവും ബെസ്റ്റ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യണം. ഈ കൺട്രോളറിനെ ഏറ്റവും ബെസ്റ്റ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൺട്രോളറിൻ്റെ പാരാമീറ്റേഴ്സായ കെ പി, കെ ഐ, കെ ഡി അല്ലെങ്കിൽ കെ പി, ടി ഐ, ടി ഡി, ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഏത് കൺട്രോളർ ട്യൂണിംഗ്. ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ ഇവിടുന്ന് ഒരു ചോദ്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. അതായത് സീഗ്ലർ-നിക്കോൾസ് മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. മനസ്സിലാക്കി വയ്ക്കുക, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് ചോദിക്കാം. അപ്പോൾ ചോദിച്ചാൽ ഉറപ്പിച്ചോളുക, അത് സീഗ്ലർ-നിക്കോൾ ട്യൂണിംഗ് മെത്തേഡ്. അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പ്രൊസീജിയറാണ് നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം എക്സ്പ്ലെയിൻ സീഗ്ലർ-നിക്കോൾ ട്യൂണിംഗ് മെത്തേഡ് ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക, ക്ലോസ്ഡ് ലൂപ്പിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീഗ്ലർ-നിക്കോൾ ട്യൂണിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ പറയുന്ന 4 പ്രൊസീജിയറുകൾ അറിയാലോ. ആ 4 പ്രൊസീജിയർ ഞാൻ പറയുന്നില്ല. ഈ 4 പ്രൊസീജിയറുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 4 പ്രൊസീജിയർ ചോദിക്കുക. കാരണം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് സീഗ്ലർ-നിക്കോൾ ട്യൂണിംഗ് മെത്തേഡ്. അതുകൊണ്ട് ഈ വർഷം ചോദിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഇതിൽ മറ്റൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ 4 പ്രൊസീജിയർ പഠിക്കുക. ഈ ഫിഗറിനേക്കാളും ഈ ഒരു ടേബിളാണ് പഠിക്കേണ്ടത്. ഫിഗർ എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളൊന്നുമില്ല, അതൊരു സസ്റ്റൈൻഡ് ഓസിലേഷൻ കിട്ടുന്നു എന്നുള്ളത് മാത്രം. പക്ഷേ ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്, ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് കടക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം സീഗ്ലർ-നിക്കോൾ ട്യൂണിംഗ് മെത്തേഡ്, അതായത് നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ് ട്യൂണിംഗ് എന്താ പറയുക എക്സാമിന് വന്നതുകൊണ്ട് ഇത്തവണ ചിലപ്പോൾ ചോദിക്കുക ഓപ്പൺ ലൂപ്പ് ട്യൂണിംഗ് ആയിരിക്കും. ഓപ്പൺ ലൂപ്പ് ട്യൂണിങ്ങിൻ്റെ മറ്റൊരു പേര്, അതെപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല, ചിലപ്പോൾ അതായിരിക്കും ഒരു എക്സാമിന് ചോദിക്കുക, പ്രോസസ് റിയാക്ഷൻ കർവ് മെത്തേഡ്. പ്രോസസ് റിയാക്ഷൻ കർവ് മെത്തേഡ്, ഇതാ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ഓപ്പൺ ലൂപ്പ് ട്യൂണിങ്ങിന് പകരം ചോദിക്കും എക്സ്പ്ലെയിൻ പ്രോസസ് റിയാക്ഷൻ കർവ് മെത്തേഡ് എന്ന് വന്നാൽ ഉറപ്പിക്കുക അത് ഏതാണ്, ഓപ്പൺ ലൂപ്പ് ട്യൂണിംഗ് ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഫിഗർ നിർബന്ധമായിട്ടും പഠിക്കണം. ഫിഗർ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊസീജിയർ. അപ്പം നിങ്ങൾ ഈ 2 കാര്യത്തിനും ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ് ട്യൂണിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പൺ ലൂപ്പ് ട്യൂണിങ്ങിൽ ഈ ഫിഗറിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന്, ഓപ്പൺ ലൂപ്പ് ട്യൂണിങ്ങിൽ ഈ ഒരു ഫിഗർ പഠിക്കുക. രണ്ടാമത്തത് ഈ ഒരു പ്രൊസീജിയർ വളരെ സിമ്പിളാണ്, ആകെ 3-4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ടേബിൾ, ഈ 3 കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ 3 കാര്യങ്ങൾ വ്യക്തമാക്കി വെക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പം ഓപ്പൺ ലൂപ്പ് ട്യൂണിംഗ് ചിലപ്പം പേര് മാറ്റി ചോദിക്കും, പ്രോസസ് റിയാക്ഷൻ കർവ് മെത്തേഡ് എന്ന് ചോദിച്ചേക്കാം. അതേപോലെ ക്ലോസ്ഡ് ലൂപ്പ് ട്യൂണിംഗ് ആണെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നായിരിക്കും ചോദിക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2ലും ഫിഗേഴ്സ്, ക്ലോസ്ഡ് ലൂപ്പ് ട്യൂണിങ്ങിൽ ഫിഗറിന് വലിയ പ്രാധാന്യമില്ല, വരച്ച് വെച്ചാൽ നല്ല കാര്യം. പക്ഷേ അതിൻ്റെ ടേബിൾ ആൻഡ് പ്രൊസീജിയർ മാത്രം പഠിച്ചു പോയാൽ മതി, വേറെ ഒന്നും ചെയ്യണം. ഇനി ഇവർ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ടെർമിനോളജിയാണ്. നമുക്കറിയാം ഒരുപാട് ടേമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൺട്രോൾഡ് വാരിയബിൾ, മാനിപ്പുലേറ്റഡ് വാരിയബിൾ, എറർ, സെറ്റ് പോയിന്റ്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള ടേമുകളായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്കൊരു ടേമുകൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം ആകെ ചോദിച്ചത്
R is the set point, B is the controlled variable, then the error is ആണ് ചോദിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തവണ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ഇതിലുള്ള ടേമുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഒന്ന് കവർ ചെയ്യാം. ഒന്നാമത്തെ ഡിഫൈൻ ദി കൺട്രോൾഡ് വേരിയബിൾ, ഞാൻ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ന്യൂട്രൽ സോൺ എന്ന് പറയുന്ന അറിയാലോ, എററിൽ ഒരു വേരിയേഷൻ വന്നു, പക്ഷേ കൺട്രോൾഡ് ഔട്ട്പുട്ട് എന്താണ്, സ്റ്റഡി ആയിട്ട് ഒരു മാറ്റവും ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ എഞ്ചിനീയറിങ്ങിൽ സ്റ്റെപ്പ് ഇൻപുട്ട് പഠിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ, ആ സ്റ്റെപ്പ് ഇൻപുട്ട് പോലെയാണ്. കാരണം വാല്യൂസിൽ എന്ത് വരുന്നില്ല, ഒരു ചേഞ്ചും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട 1-2 ടേമുകളാണ് കൺട്രോൾ ലാഗ്, ഡെഡ് ടൈം, സൈക്ലിംഗ്. എന്താണ് കൺട്രോൾ ലാഗ് എന്ന് പറയുന്നത്? കൺട്രോൾ ലാഗ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രോസസ്സിൽ, നമ്മുടെ കൺട്രോളറിന് നമ്മുടെ പ്രോസസ്സിൽ ഒരു ചേഞ്ച് വരുത്തണം. ഈ ചേഞ്ച് വരുത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ദി ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് വഴി മെയിൻ പ്രോസസ്സിലേക്ക് ഒരു ചേഞ്ച് വരുത്തണം. ആ ചേഞ്ച് വരുത്താൻ എത്ര സമയം വേണം? അതിനെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നത്? കൺട്രോൾ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ ലാഗ് എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ടാണ് ഒരു കൺട്രോളറിന് നമ്മുടെ പ്രോസസ്സിലേക്ക് ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുന്നത്. പിന്നെ സൈക്ലിംഗ് നിങ്ങൾക്കറിയാലോ, അതായത് ഒരിക്കലും എന്ത് ചെയ്യില്ല, വിത്തിൻ ദി സെറ്റ് പോയിന്റ് നിൽക്കില്ല. അപ്പം നമുക്കൊരു 10 വോൾട്ടിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെങ്കിൽ ഒന്നുകിൽ 10.1 നിൽക്കും, അല്ലെങ്കിൽ 9.9 നിൽക്കും. ഒരിക്കലും ഈ 10 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡെഡ് ടൈം നമ്മൾ പറഞ്ഞ മറ്റൊരു രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു എറർ ഒക്കർ ചെയ്തു, അതേ സമയത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സമയം, കാരണം എന്താണ്, ശരിക്കും എറർ മാറിയിട്ടുമില്ല, അതായത് എറർ അവിടെ എക്സിസ്റ്റും ആണ് അല്ലേ, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സമയം, അതായത് എറർ ഒക്കർ ചെയ്തു, കറക്റ്റീവ് ആക്ഷൻ ചെയ്ത് മറ്റൊരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, ഒരു 5 മിനിറ്റ് എത്തിയപ്പം നമ്മുടെ പ്രോസസ്സിൽ ഒരു എറർ കണ്ടു തുടങ്ങി. ഒരു 10 മിനിറ്റ് എത്തിയപ്പം പ്രോസസ്സിൽ എന്തായി, അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ 5 മിനിറ്റ്സ് തന്നെ എടുത്തു അല്ലേ. ഈ 5 മിനിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഡ് ടൈം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത് ഇലാപ്സ്ഡ് ടൈം എന്ന് പറയും. ഇലാപ്സ്ഡ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം സംഭവിച്ച് അത് സോൾവ് ചെയ്യാൻ എടുത്തൊരു സമയം, അതാണ് ഡെഡ് ടൈം. പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ വർഷം അത് ചോദിക്കും ഉറപ്പ് എന്ന് തന്നെ നമ്മൾ മനസ്സിൽ കാണുക. എന്നാൽ പരീക്ഷയ്ക്ക് അത് നന്നായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ പറയുന്നത് പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ, ഇത് മുമ്പൊരു വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദി പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ. പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പം ഈ പറഞ്ഞ കൺട്രോൾഡ് വേരിയബിൾ ഒന്നും എഴുതി വെക്കരുത്. പലരും നമ്മുടെ എക്സാമുകൾ മണ്ടത്തരം കാണിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ്, ആ വാക്ക് തന്നെ ഒന്ന് എടുക്കുക. പ്രോസസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോസസ്സ് മാത്രം, അവിടെ കൺട്രോൾഡ് വേരിയബിളിനൊന്നും ഒരു റോളും ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തത് പ്രോസസ് ഇക്വേഷൻ. പലരും നമ്മുടെ ടെസ്റ്റുകൾക്കെല്ലാം കൺട്രോൾഡ് വേരിയബിളും സെറ്റ് പോയിൻ്റും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിനൊന്നും മാർക്ക് ചെയ്യാൻ തന്നിട്ടുമില്ല. അപ്പം അതുകൊണ്ട് അത്തരം മണ്ടത്തരം കാണിക്കരുത്. ഇവിടെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടത് ഒന്നാമത്തത് പ്രോസസ് ഇക്വേഷൻ, രണ്ടാമത്തത് സെൽഫ് റെഗുലേഷൻ, മൂന്നാമത്തത് പ്രോസസ് ലാഗ്. ഇവിടെ എപ്പോഴും മനസ്സിലാക്കുക, പ്രോസസ് ലാഗും കൺട്രോൾ ലാഗും പലർക്കും തെറ്റാറുണ്ട്. അതായത് കൺട്രോളറിന് നമ്മുടെ ഫൈനൽ കൺട്രോൾ എലമെൻ്റ് വഴി മെയിൻ പ്രോസസ്സിലേക്ക് ഒരു ചേഞ്ച് വരുത്തണം. കൺട്രോളറിന് ഫൈനൽ കൺട്രോൾ എലമെൻ്റ് വഴി മെയിൻ പ്രോസസ്സിലേക്ക് ഒരു ചേഞ്ച് വരുത്തണം. അതിനുള്ള സമയമാണ് കൺട്രോളർ ലാഗ്. പക്ഷേ പ്രോസസ് ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ് ഓപ്പറേഷൻസ് ഒക്കെ ടൈം വാരിയേഷനാണ്. അതായത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളെ കോളേജിൽ നിങ്ങൾ സർക്യൂട്ടുകൾ ചെയ്യാറുണ്ട് അല്ലേ. സർക്യൂട്ടുകളിൽ വാല്യൂസ് എടുക്കാറുണ്ട്. ഈ ഒരു ബാച്ച് ചെയ്ത അതേ വാല്യൂ ആണോ മറ്റേ ബാച്ചിന് കിട്ടുന്നത്? ഒരിക്കലുമല്ല. പക്ഷെ അവിടെ എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. രണ്ടു പേർക്കും കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആണ്. പക്ഷേ അവിടെ എന്ത് വ്യത്യാസമുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആണെങ്കിലും വ്യത്യാസം വരുന്നത് എന്തിനാണ്? വാല്യൂസിനാണ്.
അതുകൊണ്ട് തന്നെ പ്രോസസ്സിലും ഇതേ കാര്യമാണ് സംഭവിക്കുന്നത്. പ്രോസസ്സ് എന്ന് പറയുന്നതും ടൈം വാരിയേഷനാണ്. ടൈമിനനുസരിച്ച് പ്രോസസ്സിൽ ചേഞ്ച് വരും. ഈ ചേഞ്ചസ് ചിലപ്പം ഒരു എററായിട്ട് മാറാറുണ്ട്. പക്ഷെ ചില പ്രോസസ്സിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ എററിനെ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ചില പ്രോസസ്സുകൾക്കുണ്ട്. അപ്പോൾ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു എറർ സംഭവിച്ചു, കുറേ സമയം കഴിഞ്ഞാൽ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ചില പ്രോസസ്സുകൾ കാണും. അപ്പോൾ ആ ഒരു ടൈമിനെയാണ് പറയുന്നത് ഏത്? പ്രോസസ് ലാഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രോസസ് ലാഗ്. പിന്നെ വാരിയബിൾ റേഞ്ച്. ഇപ്പോൾ വാരിയബിൾ റേഞ്ച് എന്ന് പറയുമ്പം അവിടെ മനസ്സിലാക്കേണ്ടത് ഏതൊരു വാരിയബിളിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ന്യൂമാറ്റിക് സിഗ്നലുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 4 to 20 മില്ലി ആംപിയർ ആണ് റേഞ്ച് ആണല്ലോ. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് മിനിമം, 20 എന്ന് പറയുന്നത് മാക്സിമം റേഞ്ചാണ്, അറിയാം. അപ്പം ഈ പറയുന്ന 4നെ മിനിമം, 20 മാക്സിമം ആക്കി. പക്ഷേ ഡിജിറ്റൽ സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ 4നെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ലോജിക്കൽ 0. 20 ആണെങ്കിലോ ലോജിക്കൽ 1. അതായത് നമുക്കറിയാം ഏതൊരു ഡിജിറ്റൽ സിസ്റ്റം എടുത്താലും 0 or 1 ഫോമിലായിരിക്കും അത് നിൽക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെന്ത് ചെയ്യുക? അതൊന്ന് നന്നായിട്ട് തന്നെ പഠിച്ച് ഉറപ്പിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ പഠിച്ചു. പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സിൽ 1 പ്രോസസ് ഇക്വേഷൻ, 2 വാരിയബിൾ റേഞ്ച്, സെൽഫ് റെഗുലേഷൻ, പ്രോസസ് ലാഗ്. ഇമ്പോർട്ടൻറ്റ്. ഇത് 4 എഴുതേണ്ടത്, അല്ലാതെ കൺട്രോൾഡ് വാരിയബിൾ, മാനിപ്പുലേറ്റഡ് വാരിയബിൾ അല്ല എഴുതേണ്ടതെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെയുള്ള ഒരു ഭാഗമാണ് സെറ്റ് പോയിന്റ്, മാനിപ്പുലേറ്റഡ് വാരിയബിൾ, കൺട്രോൾഡ് വാരിയബിൾ. ഞാൻ പറയണ്ട, ഇതൊന്നും അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ടെർമിനോളജി വിട്ട് കളയരുത്. ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്കെയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അടുത്ത ഇംപ്ലിമെൻറ്റ് എറർ ഡിറ്റക്ടർ. നമ്മൾ ഇതേ സംഭവം ലാബ് ചെയ്തതാണ്. അവിടെ ഞാൻ വർക്കിംഗ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എറർ ഡിറ്റക്ടർ, ഈ ഒരു സർക്യൂട്ട് പറയുക, സർക്യൂട്ട് വരയ്ക്കുക, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അറിയായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫിഗർ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഇനി ഡിസ്ക്രൈബ് പ്രപ്പോർഷണൽ കൺട്രോളർ. അപ്പം പ്രപ്പോർഷണൽ കൺട്രോളർ പറയുമ്പം ആദ്യം നമ്മളത് എവിടെ ഉപയോഗിക്കുന്നു എന്ന് പറയണം. അതാണ് നമ്മുടെ ആദ്യത്തെ കാര്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തത് അതിൻ്റെ റിലേഷൻഷിപ്പ്, അതായത് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടും എറർ സിഗ്നലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്ത് പറയാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം. അതേപോലെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പലപ്പോഴും ഇത് ഒരു 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒരു 3 മാർക്കിനായിരിക്കും ഇത് ചോദിക്കുക. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് എവിടെയാണ് സ്യൂട്ടബിൾ ആവുന്നത് എന്ന കാര്യം ആദ്യം പറയുക, ഇക്വേഷൻ പറയുക, പിന്നെ പ്ലസ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ച് വയ്ക്കുക. ബ്ലോക്ക് ഡയഗ്രാം വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്തായി? ആൻസറിലേക്ക്, അല്ല, നിങ്ങളുടെ മെയിൻ ഉത്തരത്തിലേക്ക് എത്തി. ഇനി ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അതാണ് പ്രപ്പോർഷണൽ ബാൻഡ്. ഡിഫൈൻ പ്രപ്പോർഷണൽ ബാൻഡ്. എന്താണ് പ്രപ്പോർഷണൽ ബാൻഡ് എന്ന് പറഞ്ഞാൽ? ആകെ 0 മുതൽ 100% വരെ കൺട്രോൾ ഔട്ട്പുട്ട് ഉണ്ട്. ഇത് കവർ ചെയ്യുന്ന ഈ 0 to 100% ഓഫ് കൺട്രോളർ ഔട്ട്പുട്ട് കവർ ചെയ്യുന്ന എററിൻ്റെ റേഞ്ച് എത്രയാണ്? ആ എററിൻ്റെ റേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? പ്രപ്പോർഷണൽ ബാൻഡ് എന്ന് പറയുന്നത്. 0 to 100% ഓഫ് കൺട്രോളർ ഔട്ട്പുട്ട് കവർ ചെയ്യുന്ന എററിൻ്റെ റേഞ്ചാണ് പ്രപ്പോർഷണൽ ബാൻഡ്. ഈ പ്രപ്പോർഷണൽ ബാൻഡിൻ്റെ ഈ ഒരു ഇക്വേഷൻ, അതായത് 100/kp, ആ ഇക്വേഷൻ നിർബന്ധമാണ് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതുവരെ പ്രപ്പോർഷണൽ ബാൻഡ് അടുത്തൊന്നും ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നാൽ ചെയ്യാം. ഇനി 1 മാർക്കിന് ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് ദി
വൺ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് പ്രൊപ്പോർഷണൽ കൺട്രോളർ. ഏതാണ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ പറയുന്നത്? ലിക്വിഡ് ലെവൽ കൺട്രോൾ ആൻഡ് ഗ്യാസ് പ്രഷർ കൺട്രോൾ. പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷനാണ് ലിക്വിഡ് ലെവൽ കൺട്രോൾ ആൻഡ് ഗ്യാസ് പ്രഷർ കൺട്രോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. ഇപ്പോൾ ഗിവ് വൺ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ലിക്വിഡ് ലെവൽ കൺട്രോൾ ആൻഡ് ഗ്യാസ് പ്രഷർ കൺട്രോൾ. അത് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കാം. പ്രൊപ്പോർഷണൽ ബാൻഡ് ചോദിക്കാനൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇതൊന്നും അടുത്തൊന്നും ചോദിക്കാത്തതാണ്. അതേപോലെ ഓപ്സെറ്റ് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അത് ചിലപ്പോൾ ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. ഡിഫൈൻ ഓപ്സെറ്റ്. എന്താണ് ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ? കൺട്രോൾഡ് വേരിയബിളിന് സെറ്റ് പോയിന്റ് ഡീവിയേഷൻ വരുന്നു. ഏത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ? ആ ഒരു വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സസ്റ്റെയിൻഡ് ഡീവിയേഷൻ, അതാണ് ഏറ്റവും പ്രധാനം. സസ്റ്റെയിൻ, ഒരേപോലെയുള്ള ഡീവിയേഷൻ, അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ഡീവിയേഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെയാണ് പറയുന്നത് എന്ത്? ഓപ്സെറ്റ്. ഓപ്സെറ്റ് മീൻസ് ദർ ഇസ് എ സസ്റ്റെയിൻഡ് ഡീവിയേഷൻ സംഭവിച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കാം. അപ്പം അതും ഓക്കെ ആയി. പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. PID കൺട്രോളർ മോഡ്. ഡിസ്ക്രൈബ് ദി PID കൺട്രോളർ മോഡ്, റൈറ്റ് ഇറ്റ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് അടുത്തങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതും പരീക്ഷയ്ക്ക് വരാൻ ഉള്ള സാധ്യത ഏറെയാണ്. PID കൺട്രോളർ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? PID എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ, ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ്. പ്രൊപ്പോർഷണൽ ഓപ്സെറ്റ് ഉണ്ടായിരുന്നു, ഇൻ്റഗ്രൽ എന്ത് ചെയ്തു? ഓപ്സെറ്റിനെ എടുത്ത് കളഞ്ഞു. അതേ സമയത്ത് അവിടെ എന്ത് പ്രശ്നം വന്നു? സ്റ്റെബിലിറ്റിയിൽ ഇഷ്യൂസ് വന്നു. എന്തുകൊണ്ട് സ്റ്റെബിലിറ്റിയിൽ ഇഷ്യൂസ് വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും എസ് താഴെയാണ്. ജസ്റ്റ് സിംഗിൾ പോളാണ് ഇവിടെ വരുന്നത്. സിംഗിൾ പോൾ അറ്റ് ദി ഒറിജിൻ എന്ന് പറയുമ്പോൾ സിസ്റ്റം സ്റ്റേബിൾ അല്ല. സിസ്റ്റം ഒന്നെങ്കിൽ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ മാർജിനലി സ്റ്റേബിൾ എന്ന് പറയുന്ന ലെവലിലേക്കാണ് അവിടെ എത്തുക. കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നന്നായി ശ്രദ്ധിക്കണം. ഡിസ്ക്രൈബ് ദി PID കൺട്രോളർ മോഡ് എന്ന് പറയുമ്പം നിങ്ങൾ ആദ്യം എഴുതേണ്ടത് PID കൺട്രോളർ കൺസിസ്റ്റ് ഓഫ് എന്താണ്? പ്രൊപ്പോർഷണൽ, ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ്. അതാദ്യം പഠിക്കുക, അതാദ്യം എഴുതുക. അതിനുശേഷം രണ്ടാമത്തെ കാര്യം ഈ ഒരു ഇക്വേഷൻ എഴുതുക. ഇതിലുള്ള ഓരോ ടേമുകളും ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഡിഫൈൻ ചെയ്യാൻ വെച്ചാൽ KP പ്രൊപ്പോർഷണൽ ഗെയിൻ, KD ഡെറിവേറ്റീവ് ഗെയിൻ, KI ഇൻ്റഗ്രൽ ഗെയിൻ, EP എന്ന് പറഞ്ഞാൽ എറർ ഓഫ് ദി പ്രോസസ് അല്ലെങ്കിൽ എറർ സിഗ്നൽ എന്ന് എഴുതുക. പിന്നെയുള്ള P0 എന്ന് വെച്ചാൽ എറർ 0 ആകുമ്പോഴുള്ള കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട്. P എന്ന് വെച്ചാൽ കൺട്രോൾഡ് വേരിയബിൾ അല്ലെങ്കിൽ കൺട്രോളർ ഔട്ട്പുട്ട് എന്ന് എഴുതിയാൽ മതി. കിട്ടിയല്ലോ. ഇനി ഇവിടെ നമ്മൾ അതിൻ്റെ രണ്ട് അഡ്വാൻറ്റേജസ് ഇവിടെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അഡ്വാൻറ്റേജുകൾ ഇത് പഠിക്കുക. ഇനി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, ഇങ്ങനെ നമ്മൾ മൂന്നും കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവണം. പിന്നെ ഇവിടെ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് PID കൺട്രോളർ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് PID കൺട്രോളർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ചോദിച്ചാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, P കൺട്രോളർ പ്രൊപ്പോർഷണൽ കൺട്രോൾ ഏത് പാർട്ടിലായിരുന്നു ഉപയോഗിച്ചത്? ലിക്വിഡ് ലെവൽ കൺട്രോളോ ഗ്യാസ് പ്രഷർ കൺട്രോളോ ആയിരുന്നു. PI ആണെങ്കിൽ വേപ്പർ പ്രഷർ കൺട്രോളാണ്. വേപ്പർ പ്രഷർ കൺട്രോളിലാണ് ഉപയോഗിക്കുന്നത്. PI കൺട്രോളർ ഉപയോഗിക്കുന്നത് പഠിച്ചു വയ്ക്കണം. അപ്പോൾ മൂന്നിൻ്റെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ PID ചോദിച്ചാൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. എളുപ്പമാണ്. നമുക്ക് അതിൻ്റെ കൺവെൻഷണൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇനി എന്ത് ചെയ്യുക? ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. ലാപ്ലാസ് എങ്ങനെ എടുക്കുമായിരുന്നു? U(s) ഇവിടെ എററും കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടും തമ്മിലാണ് പ്രധാനമായിട്ടും ഡീലിങ്സ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? U(s) KP ×
ഇ ഓഫ് എസ് കെ ഡി ഇൻറ്റു ഇതൊക്കെ പഠിച്ചതാണ് നമ്മൾ എസ് ഇൻറ്റു ഇ ഓഫ് എസ് പ്ലസ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ബൈ എസ് വരും. സോൾവ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? യു ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് ഈക്വൽ ടു കെ പി പ്ലസ് കെ ഡി എസ് പ്ലസ് കെ ഐ ബൈ എസ്. അതുകൊണ്ട് ഇതും എന്തായാലും വരും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ലെക്ചറുകൾ ഞാൻ പ്ലേലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ PID കൺട്രോളറിൻ്റെ അഡ്വാൻറ്റേജുകൾ ചോദിക്കാം. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഡിഫൈൻ പ്രോസസ് കൺട്രോൾ. ഇനി ഇവിടുന്ന് വരുന്നൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ പ്രൊപ്പോർഷണൽ, ഇൻ്റഗ്രൽ ആൻഡ് ഡെറിവേറ്റീവ് മോഡുകൾ. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല. അപ്പം അതുകൊണ്ട് ഇത്തവണ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റണം. 3 ടേബിൾ ഇതേപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആദ്യത്തേൽ ഡെഫിനിഷൻ, രണ്ടാമത്തേൽ അതിൻ്റെ എക്സ്പ്രഷൻ. അതായത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇക്വേഷനും ഒന്നല്ല. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രൊപ്പോർഷണാലിറ്റിയാണ് എക്സ്പ്രഷൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇക്വേഷനായിട്ട് തന്നെ എഴുതുക. ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. മിനിമം എല്ലാ കൺട്രോളർ, അതായത് പ്രൊപ്പോർഷണൽ, ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ്, ഇതിന് മിനിമം ഒരു 2 അഡ്വാൻറ്റേജെങ്കിലും പഠിച്ചു വയ്ക്കുക. മിനിമം 2 എണ്ണം എന്തായാലും പഠിച്ചു വെക്കണം. 2 അഡ്വാൻറ്റേജുകൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറെയാണ്. PI കൺട്രോളർ ഇലക്ട്രോണിക്കലി എന്ന് പറയുന്നു. ഡെറിവേറ്റീവ് കൺട്രോളർ മോഡും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വന്നാൽ ഡെറിവേറ്റീവ് കൺട്രോളർ മോഡ് നിങ്ങൾക്കറിയാം അല്ലേ. അതായത് ഇവിടുന്ന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് ഡെറിവേറ്റീവ് കൺട്രോളർ മോഡ് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നില്ല? അതായത് എറർ കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് സ്വാഭാവികമായിട്ടും 0യിലേക്ക് മൂവ് ചെയ്യും. അതുകൊണ്ടാണത് ഒറ്റയ്ക്ക് അതിന് നമ്മൾ ഉപയോഗിക്കാത്തത്. നമ്മുടെ എക്സാമുകളിലൊക്കെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇട്ടതാണ്. അതുകൊണ്ട് ഇതും കൂടി എന്ത് ചെയ്യുക, പഠിക്കുക. അതിലും എക്സ്പ്രഷൻ പഠിക്കണം, ഇക്വേഷനും പഠിക്കണം. രണ്ടും ഒന്നല്ല എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷൻ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ബ്ലോക്ക് ഡയഗ്രാം ഇനി ഞാൻ പറയണ്ടല്ലോ, എന്തായാലും പഠിക്കുക. ചിലപ്പോൾ ഡെറിവേറ്റീവ് കൺട്രോളറിനെ ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സ്പ്ലെയിൻ ആൻറ്റിസിപ്പേറ്ററി കൺട്രോളർ മോഡ്. ആൻറ്റിസിപ്പേറ്ററി, ഇതിൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റിസിപ്പേറ്ററി കൺട്രോളർ മോഡ്. ആൻറ്റിസിപ്പേറ്ററി കൺട്രോളർ അല്ലെങ്കിൽ കൺട്രോൾ മോഡ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്ററി. അപ്പം അതുകൊണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ഡെറിവേറ്റീവ് കൺട്രോൾ മോഡിൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റിസിപ്പേറ്ററി കൺട്രോൾ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഡിസ്കണ്ടിന്യൂസ് കൺട്രോളർ മോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 പൊസിഷനും മൾട്ടി പൊസിഷനും. അപ്പോൾ അതിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് മോഡ് എന്നാണ് ചോദിച്ചത് അല്ലേ. എന്താ ഡിസ്കണ്ടിന്യൂസ് മോഡ് എന്ന് പറയുന്നത്? അതായത് എററിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ആക്ഷൻ എടുക്കുന്നതെങ്കിൽ അതാണ് ഡിസ്കണ്ടിന്യൂസ് കൺട്രോളർ മോഡ്. 2 തരത്തിലുള്ളത്, 2 പൊസിഷനും മൾട്ടി പൊസിഷനും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആദ്യം ഡിസ്കണ്ടിന്യൂസ് കൺട്രോളർ മോഡിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വയ്ക്കുക. അതിനുശേഷം അത് 2 ടൈപ്പ് ഉണ്ട് എന്ന് എഴുതുക, 2 പൊസിഷൻ, മൾട്ടി പൊസിഷൻ. അതിൻ്റെ 2ൻ്റെയും ഇക്വേഷനും കൂടി മെൻഷൻ ചെയ്യുക. 3 മാർക്കാണെങ്കിൽ അതിൻ്റെ ഇക്വേഷനോട് മെൻഷൻ ചെയ്താൽ ആൻസറായി. കൂടുതലൊന്നും അതിൽ ഞാൻ എഴുതാൻ പറയുന്നില്ല, അത് മാത്രം പഠിച്ചു വയ്ക്കുക. അടുത്ത ഒരു ചോദ്യം, ഇതും അടുത്തൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതും എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം. ഡിഫൈൻ കൺട്രോളർ പാരാമീറ്റർ റേഞ്ച് ആൻഡ് കൺട്രോൾ ലാഗ്. കൺട്രോൾ ലാഗ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു. കൺട്രോൾ പാരാമീറ്റർ റേഞ്ച് എന്താ? ഈ കൺട്രോൾ പാരാമീറ്റർ റേഞ്ച് അതായത് കൺട്രോൾ പാരാമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. കൺട്രോൾ പാരാമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഓക്കെ, അതായത് ഒന്നുമില്ല, നമ്മുടെ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യാണ് എങ്ങോട്ട്, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. അതായത് നമ്മുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺട്രോളർ, പിന്നെ ഒരു ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്, ഇവിടെ മെയിൻ പ്രോസസ്സ്.
അപ്പം ഇവിടെ എന്താ പറയുക, കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് ഓൾറെഡി ഇലക്ട്രിക് സിഗ്നൽ ആയിരിക്കും. ഈ പറയുന്ന ഇലക്ട്രിക് സിഗ്നലിനെ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ഫൈനൽ കൺട്രോൾ എലമെൻറ്റിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസ്ലേഷൻ വരുത്തും. അതായത് ആക്ച്വേറ്റർ പോലെയുള്ള ഒരു ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിനെ ഫൈനൽ കൺട്രോൾ എലമെൻറ്റിന് സ്യൂട്ടബിൾ ആവുന്ന ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ആ ട്രാൻസ്ലേഷനാണ് ഈ കൺട്രോൾ പാരാമീറ്റർ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? കൺട്രോൾ പാരാമീറ്റർ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിച്ചു വയ്ക്കുക. അതിൽ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഇക്വേഷൻ, ഈ ടേമുകൾ വളരെ സിമ്പിളാണ്, പഠിച്ചു വയ്ക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്. ഡെറിവേറ്റീവ് കൺട്രോൾ മോഡ് നോട്ട് യൂസ്ഡ് എലോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എറർ കോൺസ്റ്റൻറ്റോ സീറോ ആയാൽ ഔട്ട്പുട്ട് സീറോ ആവും. ഡെറിവേറ്റീവിൻ്റെ മറ്റൊരു വലിയൊരു ഡ്രോബാക്ക് ആണ് ഈ നോയ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം നോയ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു പ്രശ്നമുള്ള ആളാണ് ഡെറിവേറ്റീവ് കൺട്രോളർ. അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യാത്തത്, ഒന്നിങ് പ്രപ്പോർഷണലിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രപ്പോർഷണലിൻ്റെയും ഇൻ്റഗ്രലിൻ്റെയും കൂടെ ഉപയോഗിക്കുന്നത്. ഒറ്റയ്ക്ക് അത് നമ്മൾ കൺവെൻഷനിൽ യൂസ് ചെയ്യാറില്ല എന്നൂടെ പഠിച്ചു വയ്ക്കുക. ഇനി ഇതേപോലെ തന്നെ ലിസ്റ്റ് ദി കണ്ടിന്യൂസ് കൺട്രോളർ മോഡുകൾ. കണ്ടിന്യൂസ് കൺട്രോളർ മോഡ് എന്ന് പറയുമ്പം അതിലേതൊക്കെ വരാം? കണ്ടിന്യൂസ് എന്ന് പറയുമ്പം അവിടെ ബേസിക് മോഡുകളുണ്ട്, പ്രപ്പോർഷണൽ, ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ്. ബേസിക് മോഡുകൾ, ബേസിക് ആണ് ഏതൊക്കെ? പ്രപ്പോർഷണൽ, ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ്. അത് കഴിഞ്ഞാൽ വരുന്ന മറ്റൊന്നാണ് കോമ്പോസിറ്റ് മോഡുകൾ. കോമ്പോസിറ്റ് ഏതൊക്കെയാ? പി ഐ, പി ഡി, പി ഐ ഡി. ഓക്കെ, അപ്പോൾ അത് എഴുതുക. ഓരോ മോഡലിൻ്റെയും ഇക്വേഷൻസ് എഴുതുക. പ്രപ്പോർഷണലിൻ്റെത്, ഇൻ്റഗ്രലിൻ്റെത്, ഡെറിവേറ്റീവിൻ്റെത്, പി ഐ, പി ഡി, പി ഐ ഡി. ഇതും ഈ 6 ഇക്വേഷൻസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കുക. ഇനി ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന ഒരു മറ്റൊരു ക്വസ്റ്റ്യനാണിത്. കൺസ്ട്രക്ട് ആൻഡ് ഇലക്ട്രോണിക് പി ഡി കൺട്രോളർ യൂസിങ് ഒപാമ്പ്. ഇലക്ട്രോണിക് പി ഡി കൺട്രോളർ. നമ്മൾ കഴിഞ്ഞ വർഷം പി ഐ ആണ് ചോദിച്ചത്, ഇത്തവണ പി ഡി ആണ് എനിക്കൊരു സാധ്യത തോന്നുന്നത്. പി ഡി ഓർ പി ഐ ഡി എന്തായാലും പരീക്ഷയ്ക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, പ്രോസസ് ഇക്വേഷൻ. ഇതൊരു വർഷം കഴിഞ്ഞ വർഷമല്ല, പ്രോസസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ചോദിച്ചൊരു ചോദ്യമാണിത്. പ്രോസസ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അതായത് കൺട്രോൾഡ് വേരിയബിളും ഈ കൺട്രോൾഡ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന വേരിയബിളും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് ശരിക്കും പറഞ്ഞാൽ പ്രോസസ് ഇക്വേഷൻ പറയുന്നത്. അതിവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, ഇവിടെ ഒരു ടാങ്ക്, അതിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്. അപ്പം ഇത് ചോദിക്കാം, കാരണം ഇതിൻ്റെയും ഒരു വീഡിയോ ലെക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, ഈ ഫിഗർ നിർബന്ധമായിട്ട് പഠിച്ചു നോക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡിഫറൻഷിയേറ്റ് കണ്ടിന്യൂസ് ആൻഡ് ബാച്ച് പ്രോസസ്സ്. കണ്ടിന്യൂസ് പ്രോസസ്സും ബാച്ച് പ്രോസസ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ, വ്യത്യാസങ്ങളാണ് ചോദിക്കുന്നത്. ഇത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡിഫറൻഷിയേറ്റ് കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ബാച്ച് പ്രോസസ്. മിനിമം ഇതൊരു 5 പോയിൻ്റ് എങ്കിലും നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഒരു വീഡിയോ ലെക്ചർ ഉണ്ട്, ഞാനത് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രോസസ്സും ബാച്ച് പ്രോസസ്സിനെയും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി എന്തായാലും പഠിക്കണം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തടുത്തൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് പ്രോസസ് കൺട്രോളിൻ്റെ ഡെഫിനിഷൻ, രണ്ടാമത്തെ ടെർമിനോളജി പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടു നോക്കാം. പിന്നെ കൺട്രോളർ മോഡുകൾ, ഡിസ്കണ്ടിന്യൂസും കണ്ടിന്യൂസും, പിന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ബാച്ച് പ്രോസസ്സ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ലെവൽ, ഫ്ലോ. അതിൽ ഫ്ലോ നിർബന്ധമായിട്ട് പഠിക്കുക. ബാക്കി 3 കഴിഞ്ഞ വർഷം വന്നതാണ്. അതുകൊണ്ട് ഇത്തവണ ഫ്ലോയ്ക്കൊരു സാധ്യതയുണ്ട് എന്ന് ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക.
ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാത്തിൻ്റെയും ഫിഗറുകൾ ട്യൂണിങ്ങിൽ ഓപ്പൺ ലൂപ്പ് ട്യൂണിങ് എന്തായാലും പഠിക്കുക. കഴിഞ്ഞ ക്ലോസ് ലൂപ്പ് ചോദിച്ചുകൊണ്ട് ഈ വർഷം ഓപ്പൺ ലൂപ്പിന് ഒരു സാധ്യതയുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ആണല്ലോ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ മൊഡ്യൂൾ 4ഉം കൂടെ നമുക്കൊന്ന് പറയണം. അത് ഞാൻ അടുത്ത ലെക്ചറിൽ കവർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഇത് കാണുക. ഓക്കെ.